നമസ്കാരം, സ്റ്റാർപേഡ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡ് വിതരണം നടന്നു. ചെയർമാൻ പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകണ്ഠപുരം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ എറണാകുളത്തെ ശുചീകരണ പ്രവൃത്തികൾ സമാപിച്ചു. പറവൂർ മേഖലകളിലെ ചെളിയടിഞ്ഞ പ്രദേശങ്ങളാണ് ഇവർ വൃത്തിയാക്കിയത്. ഫുട്ബോൾ പരിശീലനത്തിനെന്ന വ്യാജേന വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കോച്ച് കണ്ണൂരിൽ അറസ്റ്റിലായി. വാർത്തകൾ വിശദമായി. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ മുനിസിപ്പൽ തല തൊഴിൽ കാർഡ് വിതരണം നടന്നു. മുനിസിപ്പൽ ചെയർമാൻ പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ മുനിസിപ്പൽ തല തൊഴിൽ കാർഡ് വിതരണ ഉദ്ഘാടനം 28-ാം തീയതി ചൊവ്വാഴ്ച നടന്നു. അയ്യൻകാളി ജയന്തി ദിനമായി ഇന്ന് തന്നെ വിതരണം ചെയ്യുന്നത് അദ്ദേഹത്തിനോട് കാണിക്കുന്ന ആദരവ് കൂടിയാണെന്ന് വിതരണോദ്ഘാടനം നടത്തിയ നഗരസഭാ ചെയർമാൻ പി രാഘവൻ പറഞ്ഞു. അയ്യങ്കാളിയുടെ 155ാമത് ജന്മദിനമാണ് ഇന്ന്. ഇന്ന് തന്നെ നമ്മൾ ഈ ഉദ്ഘാടനം വെച്ചത് അദ്ദേഹത്തോടുള്ള ആദരം. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് തന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. 155 വർഷം മുമ്പ് ജനിച്ച അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന താഴ്ന്ന ജാതിക്കാരോടുള്ള മുന്തിയ ജാതിക്കാരുടെ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനോട് സ്പടപൊരുതിക്കൊണ്ട് താഴ്ന്നവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു തേരാളിയാണ് അദ്ദേഹം. നമുക്കറിയാം, വഴി നടക്കാനുള്ള സൗകര്യം അന്ന് താഴ്ന്ന ജാതിക്കാർക്കുണ്ടായിരുന്നില്ല. പുലയർ, പറയർ തുടങ്ങിയ സമുദായങ്ങൾക്ക് പൊതുവഴിയിൽ കൂടി യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കാനുള്ള സൗകര്യം താഴ്ന്ന ജാതിക്കാരുടെ മക്കൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ മാറി മറക്കാനുള്ള സൗകര്യം പോലും അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് നമ്മുടെ അധസ്ഥിത വർഗക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പങ്കുവഹിച്ച ശ്രീ അയ്യങ്കാളിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് നമിക്കാം. പന്നിയാൽ സെന്റ് ജൂഡ് പള്ളിയുടെ പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് ചെയർപേഴ്സൺ നിഷിത റഹ്മാൻ അധ്യക്ഷയായി. നഗരസഭാ സെക്രട്ടറി എ പ്രവീൺ പദ്ധതി വിശദീകരണം നടത്തി. നമ്മൾ 3,43,60,32 രൂപയുടെ ബഡ്ജറ്റ് സമർപ്പിച്ചു. അതിൽ നമുക്ക് അംഗീകാരം കിട്ടി. അംഗീകരിച്ച തുക 1,95,00,000 രൂപയാണ്. ഇതിൽ നമ്മൾ 303 പ്രോജക്റ്റുകളാണ് നമ്മൾക്കുള്ളത്. ഈ നഗരസഭയുടെ 30 ഡിവിഷനുകളിലായിട്ട് 303 പ്രോജക്റ്റുകൾ നമ്മൾക്കുണ്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർ 3,876 പേരാണ് നമ്മൾക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരൾച്ച തടയൽ, പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് ജലസേചന സൗകര്യമൊരുക്കൽ, കനാലുകളുടെ ജലസംരക്ഷണം, പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, ചേരി നവീകരണം, കോളനി പുനരുദ്ധാരണം തുടങ്ങിയ മറ്റു പ്രവൃത്തികൾ. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലാണ് നമുക്ക് ഈ ലേബർ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ നിർവഹിക്കാൻ പറ്റുന്നത്. കൂടാതെ കഴിഞ്ഞ വർഷം നമ്മളുടെ ലൈഫ് സ്കീം ഭവന നിർമ്മാണ പദ്ധതിയും PMAY ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 90 തൊഴിൽ ദിനങ്ങൾ അവിടെയുള്ള അടിസ്ഥാന വികസന സൗകര്യത്തിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരം ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ പദ്ധതി നിർവഹണം നടത്തേണ്ടതാണ്. കൗൺസിലർമാരായ വി സന്തോഷ്, ജോസഫിന ടീച്ചർ, AP മുനീർ, അപ്പച്ചൻ നെടിയക്കാല, ഷൈല ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ എറണാകുളം പറവൂരിൽ ചെളി നിറഞ്ഞ നിരവധി സ്ഥാപനങ്ങൾ ശുചീകരിച്ചു. 2 ദിവസം നീണ്ട ശുചീകരണ പ്രവൃത്തിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്നത്.
ശ്രീകണ്ഠപുരം ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെ യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ എറണാകുളത്തെ പറവൂരിൽ 2 ദിവസത്തോളം നീണ്ട ശുചീകരണ പരിപാടികൾ നടത്തി. സർക്കാർ സ്ഥാപനങ്ങളിലും വീടുകളിലുമായി നിരവധി സ്ഥലങ്ങളാണ് ഇവർ ശുചീകരിച്ചത്. 27 രാവിലെ തുടങ്ങിയ പ്രവർത്തികൾ 28 തീയതി വൈകുന്നേരത്തോടെ സമാപിച്ചു. പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് വീട് മുഴുവൻ ചെളി നിറഞ്ഞ രംഭ അയ്യപ്പന്റെ വീടും പരിസരവും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവർ വൃത്തിയാക്കിയത്. വീട് ആകെ വൃത്തികേടായി കിടക്കായിരുന്നു ഈ പരിസരമൊക്കെ. ഇപ്പൊ ഇത്രയും നിങ്ങൾ അത് ഭംഗിയാക്കി തന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഞാനിവിടെ വരുമ്പോ ഇതെങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള വിഷയം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. എനിക്ക് എന്താ ഇത് ചെയ്യണ്ടേന്നും കൂടി അറിയാൻ വയ്യായിരുന്നു. ഇപ്പൊ ദൈവമായിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചു തന്നത്. അത് ഇപ്പൊ ദൈവത്തോടും നിങ്ങളോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പ്രദേശങ്ങളിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇത്തരത്തിൽ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഇന്ധനവില മുന്നോട്ട് തന്നെ. ഈ മാസത്തിൽ ഇതുവരെ പെട്രോൾ ഡീസൽ വില കൂടുക മാത്രമാണ് ചെയ്തത്. പ്രളയക്കെടുതിയിൽ കേരളത്തിന് ഇത് വലിയ വിനയാകുകയാണ്. പ്രളയ ദുരന്തത്തിൽ നിന്ന് കരകയറുന്ന മലയാളിക്ക് ഇരുട്ടടിയായി ഇന്ധനവില വർധന. പെട്രോൾ വില 16 പൈസയാണ് ഇന്ന് കൂടിയത്. ഡീസൽ വില 15 പൈസയും. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണ വില ഉയരുന്നതാണ് കാരണം. ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $79 രൂപയുടെ മൂല്യം ഇടിയുന്നതിനാൽ ഇറക്കുമതി ചിലവേറുന്നതും ഇന്ധനവില വർധനയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇന്ധനവില ഏറ്റവും കുറവുള്ള ദില്ലിയിൽ ഇന്നലെ പെട്രോൾ ഡീസൽ വിലകൾ റെക്കോർഡിലെത്തിയിരുന്നു. കഴിഞ്ഞ 4 ദിവസവും വില ഉയർന്നു. 26-ന് പെട്രോൾ വില 11 പൈസയും ഡീസൽ വില 14 പൈസയും കൂടി. ഈ മാസം ആദ്യ ആഴ്ചയിൽ ഡീസൽ വിലയിൽ 68 പൈസ പെട്രോൾ വിലയും ഉയർന്നു. ജൂലൈയിൽ ഡീസൽ വില 50 പൈസയാണ് ഉയർന്നതെങ്കിൽ ഈ മാസം 2.5 രൂപയോളം വർദ്ധിച്ചു. പെട്രോൾ വിലയിലും 2 രൂപയുടെ വർധന ഓഗസ്റ്റിൽ ഇതുവരെയുണ്ട്. പ്രളയ ദിനങ്ങളിലും വില നേരിയ തോതിൽ വർദ്ധിച്ചിരുന്നു. ഓഗസ്റ്റിൽ ഇതുവരെ 1 പൈസയുടെ കുറവ് പോലും ഇന്ധനവിലയിൽ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ സ്ഫോടനം. ലീഗ് ഓഫീസിന് സമീപത്തുള്ള കെട്ടിടത്തിലെ AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചതാകാം എന്നതാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇരിട്ടി ബസ് സ്റ്റാൻഡിന് സമീപം സ്ഫോടനം. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഉഗ്രശബ്ദത്തോടെ ലീഗ് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് സ്ഫോടനമുണ്ടായത്. കെട്ടിടത്തിലെ AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന 4 കാറുകൾക്കും കേടുപാടുകൾ പറ്റി. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ആർക്കും പരിക്കില്ല. എന്നാൽ കുറെ നേരത്തേക്ക് പുകയുയർന്നത് നേരിയ തോതിൽ പരിഭ്രാന്തിക്കിടയാക്കിയിരുന്നു. ഫയർഫോഴ്സും സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിയിരുന്നു. കൂടുതൽ പരിശോധനകൾ നടന്നു വരികയാണ്. പൈതൃകങ്ങളുടെ മഹിമ ചായക്കൂട്ടിൽ തീർത്ത് പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപകൻ PP ദിലീപ്. കണ്ണൂർ മോഹൻചാലോട് ആർട്ട് ഗാലറിയിൽ ഇദ്ദേഹത്തിന്റെ ചിത്രപ്രദർശനം നടന്നു വരികയാണ്. 29 വരെയാണ് ചിത്രപ്രദർശനം. പയ്യന്നൂർ സെയിന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപകൻ വെള്ളൂരിലെ PP ദിലീപിന്റെ ചിത്രപ്രദർശനം കണ്ണൂർ മോഹൻചാലോട് ആർട്ട് ഗാലറിയിൽ തുടങ്ങി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചുമർ ചിത്ര ശൈലിയിൽ വരച്ച ചിത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് പ്രദർശനം. വെള്ളൂർ സ്വദേശിയായ ചിത്രകാരൻ മംഗളൂരുവിലാണ് താമസം.
പയ്യന്നൂരിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള യാത്രക്കിടയിൽ ചിത്രകാരൻ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും കൂടി ചിത്രങ്ങളിൽ വിഷയമാകുന്നു. പ്രദർശനം 29-ാം തീയതിയാണ് സമാപിക്കുക. സാമൂഹിക വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് ദിലീപിന്റെ ചിത്രങ്ങൾ. നവീന സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും ഹീനമായ താല്പര്യങ്ങൾക്കുമെതിരെയുള്ള വിമർശനം കൂടി ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞാൻ മംഗലാപുരത്ത് നിന്ന് പയ്യന്നൂരേക്കുള്ള ട്രെയിൻ യാത്രക്കിടയ്ക്ക് കാണുന്ന സംഭവങ്ങൾ ഇപ്പം മനസ്സിൽ കണ്ടത് പകർത്തിയതാണ്. അതായത് മിക്കവാറും മംഗലാപുരത്ത് പഠിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരുമിച്ചാണ് ട്രെയിൻ യാത്ര ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക. ആ സമയത്ത് അവരുടെ സൗഹൃദങ്ങൾ, അതാണ് കൂട്ടിപ്പിടിച്ച കൈയെ കാണിച്ചത്. ആ സൗഹൃദങ്ങൾ അവർ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച നിത്യവും കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മൾ വെറും കോമാളിയായി ഒരു കഥാപാത്രമായി അവതരിപ്പിക്കുന്നതും കുറേ യാത്രക്കാർ മുണ്ടാൻ ഇതില്ലാണ്ട് ആ ഒരു മുഖമാണ് അവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭവിഷ്യത്താണ് അസ്ഥികൂടം വഴി ഞാൻ ഇവിടെ കണ്ടത്. അതായത് അങ്ങനെയുള്ള ആ ഇന്നത്തെ തലമുറയോടുള്ള ഒരു പ്രതിഷേധം ഞാനിത് കൂടി അറിയിച്ചതാണ് ആ ഒരു പിക്ചർ. ഓരോ ചിത്രങ്ങളും വരയ്ക്കുമ്പോൾ അത് അർഹിക്കുന്ന ആത്മശുദ്ധിയും മനസാന്നിധ്യവും പി ദിലീപ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ പിക്ചർ ഞാൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വേണ്ടി ഒരു വലിയ സൈസ് പിക്ചർ വരച്ചിരുന്നു. അത് എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒരു സാമ്പിളിന് വരച്ച ഒരു കോപ്പിയാണിത്. ഇതിൽ വന്ന തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് മൂകാംബികയിലേക്ക് വേണ്ടി തയ്യാറാക്കിയത്. അപ്പോൾ ഏകദേശം ഈ പിക്ചർ വരക്കാൻ തന്നെ ഞാൻ 25 ദിവസത്തോളം എടുത്തു. മൂകാംബികയിലേക്ക് വേണ്ടി വരച്ച പിക്ചറിന് ഞാൻ 324 മണിക്കൂറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് വരക്കുന്ന സമയത്ത് പറയുമ്പം വരച്ചെടുക്കുന്ന പകുതിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വീണ്ടും കുളിച്ച ശേഷമേ ആ പിക്ചറിന് മുന്നിൽ ഇരുന്നിട്ടുള്ളൂ. മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ആ ഒരു ചിത്രം ഞാൻ തയ്യാറാക്കി റെഡിയാക്കി അവിടെ മെഴുകി തുറക്കൽ ചടങ്ങ് നടത്തിയത്. അത് കഴിഞ്ഞ് നവരാത്രിക്കാണ് മെഴുകി തുറക്കൽ ചടങ്ങ് കഴിഞ്ഞത്. ഓരോ ചിത്രങ്ങൾക്കും 1 മാസമെങ്കിലും ആവശ്യമാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഓരോ ചിത്രങ്ങളുടെയും നിർമ്മിതിക്ക് അതനുസരിച്ച് കാലയളവ് മുന്നോട്ട് പോകും. തുണികളിലും ഇദ്ദേഹം തീർക്കുന്ന ചായക്കൂട്ട് അവിസ്മരണീയമായ വർണ്ണങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇത് ഞാൻ മുഴുവൻ ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു പിക്ചർ ചെയ്യണമെങ്കിൽ ഏകദേശം 1 മാസത്തിലധികം പിടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മറ്റേ രാധയും കൃഷ്ണനുമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ഞാൻ കൊല്ലൂർ മൂകാംബികയിൽ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഒരു മ്യൂറൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് സരസ്വതി മണ്ഡപത്തിൽ. അത് കഴിഞ്ഞ് നവരാത്രിക്കാണ് അവിടെ ഒരു മെഴുകി തുറക്കൽ ചടങ്ങ് നടത്തി ചെയ്തത്. കൂടാണ്ട് സാരി വർക്ക്, അതുപോലെ ചുരിദാർ, അതിനൊക്കെ ഈ പെയിൻറ്റ് ഉപയോഗിച്ച് ഞാൻ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആണ് ചിത്രങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നത്. ഫുട്ബോൾ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കോച്ചിനെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയായ റഹ്മാനെയാണ് അറസ്റ്റ് ചെയ്തത്. തെക്കി ബസാറിലെ ലോഡ്ജ് മുറിയിൽ താമസിച്ചു വരികയായിരുന്ന കോച്ച് കുട്ടികളെ പരിശീലനത്തിന്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയതായാണ് പരാതി. 10 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള 15ഓളം കുട്ടികളെ ഇത്തരത്തിൽ പ്രതി പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. പോക്സോ നിയമപ്രകാരമാണ് കോച്ചിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പീഡനത്തിന് ശേഷം ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നതായും കുട്ടികൾ പോലീസിനോട് പറഞ്ഞിരുന്നു. ഒരു 14-കാരന്റെ പരാതിയിലാണ് യുവാവിനെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണത്രേ 10ഓളം കുട്ടികളെ ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയതായി സമ്മതിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കുട്ടികളെ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കാമെന്ന് പറഞ്ഞ് ലൈംഗികമായി ഉപയോഗിച്ച ചൂഷണം ചെയ്ത ഒരു പ്രതിയെ ഇന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് ഫസൽ റഹ്മാൻ എന്നാണ്. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയാണ്. കണ്ണൂർ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഫുട്ബോൾ കോച്ചിങ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുട്ടികളൊക്കെ അതിലെ ഫ്രണ്ട്സാക്കി കണ്ണൂർ മാളിന് പുറകിലുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോൾ കോച്ചിങ് കൊടുക്കും. അതുവഴി കുട്ടികളെ തൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് സെക്ഷ്വലി അബ്യൂസ് ചെയ്ത ഒരു പ്രതിയാണ്. ഏകദേശം 15ഓളം കുട്ടികളെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടും ചൂഷണം ചെയ്തിട്ടുമുണ്ട്. അതുമാത്രമല്ല, അയാൾ ഈ ചൂഷണം ചെയ്ത കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ദൃശ്യങ്ങൾ അതേപടി വീഡിയോയിലും ക്യാമറകളിലും പകർത്തിക്കൊണ്ട് അത് ലാപ്ടോപ്പിലും പെൻഡ്രൈവിലും വെച്ചുകൊണ്ടാണ് ഇയാൾ നടക്കുന്നത്. തലശ്ശേരി ധർമ്മടത്ത് വെച്ച് നടന്ന സമാന സ്വഭാവമുള്ള കേസിൽ 8 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച് അടുത്ത കാലത്താണ് ഫസൽ റഹ്മാൻ പുറത്തിറങ്ങിയത്. ഫേസ്ബുക്ക് വഴിയാണ് ഫുട്ബോൾ കോച്ചിങ്ങിന്റെ കാര്യം കുട്ടികളുമായി ഷെയർ ചെയ്ത് ഇയാൾ വലയിലാക്കിയിരുന്നത്. ഇയാൾക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. ടൗൺ CI രത്നകുമാർ, SI ശ്രീജിത്ത് കൊടേരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ കാലിബ്രേഷൻ ടെസ്റ്റ് ഉടൻ നടത്തും. മഴ മാറിയ സാഹചര്യത്തിലാണ് കാലിബ്രേഷൻ ടെസ്റ്റിന് സാധ്യതയേറിയത്.
ഒക്ടോബർ അവസാന വാരത്തോടെ ഉദ്ഘാടനം നടത്തി നവംബർ മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് നടത്താനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കിയ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം. ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്ന വിമാനത്താവളത്തിൽ കാലിബ്രേഷൻ ടെസ്റ്റും DGCAയുടെ അന്തിമ പരിശോധനയും മാത്രമാണ് ബാക്കിയുള്ളത്. വിമാനത്താവളത്തിന്റെ റൺവേയിൽ സ്ഥാപിച്ച ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കാലിബ്രേഷൻ വിമാനം പറത്തുന്നത്. ഇതിനിടെ നേവിയുടെ ചെറുവിമാനങ്ങൾ കഴിഞ്ഞയാഴ്ച എയർപോർട്ടിൽ ഇറങ്ങിയത് ഇതേ സംവിധാനം ഉപയോഗിച്ചായിരുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നേവിയുടെ ഡോർണിയർ വിമാനം കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയത്. പ്രതികൂല കാലാവസ്ഥ കാരണമാണ് കാലിബ്രേഷൻ ടെസ്റ്റ് വൈകാനിടയായത്. ആദ്യഘട്ടത്തിൽ സർവീസ് നടത്താൻ സന്നദ്ധരായി ജെറ്റ് എയർവേസ്, ഗോ എയർ, ഇൻഡിഗോ എന്നീ കമ്പനികളാണ് ഉള്ളത്. ഈ കമ്പനികൾ ദോഹ, അബുദാബി, ദമാം എന്നീ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തും. പൊതുജനത്തിന് വെല്ലുവിളിയായി റെയിൽവേയുടെ പുതിയ സമയമാറ്റം. 5 മിനിറ്റ് നേരം നിർത്തിയിടുന്ന സ്റ്റേഷനിൽ 3 മിനിറ്റായും 3 മിനിറ്റ് നേരം നിർത്തിയിടുന്നത് 2 മിനിറ്റായും കുറച്ചതാണ് ജനങ്ങൾക്ക് വെല്ലുവിളിയായത്. സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തുന്ന സമയം വെട്ടിച്ചുരുക്കി. തിരക്കുള്ള പ്രധാന സ്റ്റേഷനുകളിൽ 5 മിനിറ്റ് നിർത്തുന്ന സമയം 3 മിനിറ്റായും 3 മിനിറ്റ് 2 മിനിറ്റായുമാണ് ചുരുക്കിയത്. കഴിഞ്ഞ ദിവസം മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നതോടെ യാത്രക്കാർക്ക് പ്രയാസം അനുഭവപ്പെട്ടു തുടങ്ങി. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർഷം തോറും 5% വർദ്ധിക്കുന്നുണ്ടെന്നാണ് റെയിൽവേ പറയുന്നത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ട്രെയിൻ നിർത്തുന്ന സമയം കുറയ്ക്കുകയും ചെയ്തതോടെ പലർക്കും ട്രെയിനിൽ കയറാനും ഇറങ്ങാനും സമയം ലഭിക്കുന്നില്ല. രോഗികൾ, പ്രായമുള്ളവർ, കുട്ടികൾ എന്നിവരാണ് ഇതിൽ കൂടുതലും ദുരിതം അനുഭവിക്കുന്നത്. യഥാസമയം ട്രാക്ക് അറ്റകുറ്റപ്പണി നടത്തി വേഗം കൂട്ടേണ്ട സമയത്ത് ചെയ്യാതെ സമയം ലഭിക്കാൻ യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ഉൾപ്പെടെയുള്ള AA1 ഗ്രേഡ് പ്രധാന സ്റ്റേഷനുകളിൽ പോലും 5 മിനിറ്റ് 3 മിനിറ്റായി ചുരുക്കി. D ഗ്രേഡ് സ്റ്റേഷനുകളിൽ 3 മിനിറ്റ് ഉള്ളത് 2 മിനിറ്റ് ആക്കി. ദീർഘദൂര ട്രെയിനുകളിൽ ലഗേജ് കയറാൻ തന്നെ സമയമെടുക്കും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടോൺമെന്റ് പ്രദേശം ആയതിനാൽ ദിവസേന നിരവധി പട്ടാളക്കാരും കുടുംബസമേതം യാത്ര ചെയ്യാനുണ്ടാകും. ഏഴിമല നാവിക അക്കാദമിയിൽ പോകുന്നവരും കൂടുതലും കണ്ണൂർ സ്റ്റേഷനെയാണ് ആശ്രയിക്കുന്നത്. കണ്ടോൺമെന്റ് നിവാസികൾക്ക് വേണ്ടി മാത്രം പ്രത്യേക ടിക്കറ്റ് കൗണ്ടർ കണ്ണൂരിൽ വേണമെന്ന് നേരത്തെ ആവശ്യമുണ്ട്. ഇരിക്കൂറിൽ ഭ്രാന്തൻ നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വഴിയാത്രക്കാരെ നായ ആക്രമിച്ചത്. ഇരിക്കൂറിൽ ഭ്രാന്തൻ നായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ ഇരിക്കൂർ ടൗണിലെ സഫ ഹോട്ടൽ തൊഴിലാളി മായിൽ, താജുദ്ദീൻ, പത്രവിതരണം നടത്തുന്ന സാമിൻ, മാമാനം ക്ഷേത്ര ജീവനക്കാരി ഷീല എന്നിവർക്കാണ് കടിയേറ്റത്. ഇവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമകാരിയായ നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. ഇരിക്കൂറിലെ പരിസര പ്രദേശങ്ങളായ കോളോട്, കുട്ടാവ്, പെരുവളത്ത് പറമ്പ് തുടങ്ങിയ മേഖലകളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതാണ് തിരുവനാശ്ശേരി രൂക്ഷമാകാൻ കാരണം. ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന ആവശ്യം അധികൃതർ പരിഗണിക്കാത്തത് നാട്ടുകാർ അമർഷമുണ്ടാകുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡ് വിതരണം നടന്നു. ചെയർമാൻ PP രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകണ്ഠപുരം DYFIയുടെ നേതൃത്വത്തിൽ നടത്തിയ എറണാകുളത്തെ ശുചീകരണ പ്രവൃത്തികൾ സമാപിച്ചു. പറവൂർ മേഖലകളിലെ ചെളിയടിഞ്ഞ പ്രദേശങ്ങളാണ് ഇവർ വൃത്തിയാക്കിയത്. ഫുട്ബോൾ പരിശീലനത്തിനെന്ന വ്യാജേന വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കോച്ച് കണ്ണൂരിൽ അറസ്റ്റിലായി. വാർത്തകൾ സമാപിക്കുന്നു.